ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്ന് നല്ലൊരു കിടിലൻ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. വഴന്നു വന്ന ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് വേവിച്ച ഉരുളൻകിഴങ്ങ് ഉടച്ചതും മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് ചിക്കൻ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതും കൂടി ചേർക്കാം. ആദ്യം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനെക്കാട്ടിയും കൂടുതൽ ചിക്കൻ എടുക്കണം, അപ്പോഴാണ് കട്ട്ലറ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കുറവുള്ളത് ചേർത്ത് കൊടുക്കുകയും വേണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാറുമ്പോഴേക്കും ചെറുതായി ഉരുട്ടിയെടുത്തൊന്ന് ഷേപ്പാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് മുക്കി പൊരിക്കാൻ ആവശ്യമായ മുട്ടയുടെ മിക്സിന് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. 3-5 ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കട്ട്ലേറ്റ് ഓരോന്നും എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്